ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇത് ഗുരുവായൂരിലെ പുന്നത്തൂർ കോട്ടയാണ്. പുന്നത്തൂർ കോട്ടനെ നമുക്ക് ആനക്കോട്ട എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഞാൻ ഒരു 1.5 വർഷം മുന്നേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ അത്യാവശ്യം ഒരു 10-70 ആനയോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഇവിടെ ആനകളൊക്കെ അങ്ങ് കുറവാണ്. ഇപ്പൊ ഇവിടെ 35 ആനകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വർഷം തന്നെ 3 ആനകൾ ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ദൂരെ കാണുന്ന ഈ ആനകളൊക്കെ അത്യാവശ്യം അപകടകാരികളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവരെ അത്രയും ലോങ് ആയിട്ട് നിർത്തിയിട്ടുള്ളത്. ഇവിടെ മോർണിംഗ് 8 മുതൽ ഈവനിങ് 5 വരെയാണ് വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ളത്. ഇവിടുത്തെ ആനകളെ എല്ലാ ഉത്സവങ്ങളിലേക്കും അതേപോലെ എന്ത് പരിപാടികളുണ്ടെങ്കിലും ഇവിടുത്തെ ആനകളാണ് പരിപാടികൾക്കൊക്കെ പോകുന്നത് കേട്ടോ. ഒരുപാട് ആനകൾ ഇപ്പം 35 ആനകളോളം ആണ് ഇവിടെ ഉള്ളത്. ആനകൾ ഓരോ വർഷം തോറും കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവന്റെ പേരാണ് കേട്ടോ നന്ദൻ. ഇവൻ നമ്മുടെ ഏഷ്യയിലെ റെക്കോർഡ് ആയിട്ടുള്ള ആനയാണ്. ഇത് വെയിറ്റ് വരുന്നത് 7500 കിലോ ആണ് അവന്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഒരുപാട് ആനകൾ ഇതുപോലെ ഒരുപാട് ആനകൾ ഇവിടെ കാണാൻ പറ്റി. കണ്ടോ ഇവന്റെ കുസൃതി കണ്ടോ? ഈ ആനകൾക്ക് ഇങ്ങനെ ഒരു കമ്പ് കൊടുത്തിട്ടുള്ളത് അവര് ബാലൻസ് തെറ്റാതിരിക്കാനോ അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ. പിന്നെ ഇവന്റെ പേരാണ് ലക്ഷ്മി നാരായണൻ. ഇവൻ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ കൊടുത്തിട്ടുള്ള ആനയാണ്. ഇവിടെ വെച്ചിട്ട് ഏറ്റവും കുസൃതിക്കാരനായിട്ടുള്ള ആനയും കൂടിയാണ്. പിന്നെ ഇവിടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആനയാണ് കേട്ടോ ഇത്. ഇവന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഇവന് 75 വയസ്സാണ് കേട്ടോ. ആനകളുടെ വിശേഷങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനോട് കൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ വിസിറ്റേഴ്സിന് ഇവിടെ എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റും എന്നുള്ള കാര്യം. സോ നന്നായിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വിശ്രമിക്കാനും അതുപോലെ
നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആക്കാനൊക്കെ ഒരുപാട് നല്ല സ്പോട്ടുകളും ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾ വിസിറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.